ഹേയ് ഗായ്സ്, ദിസ് ഇസ് ബെസ്റ്റ് കാർപിക്സ്. നമ്മൾ ഏകദേശം ഒരാഴ്ച മുന്നേ ആണ് പുതിയ ബ്രസ ഫേസ് ലിഫ്റ്റിനെ പറ്റി സംസാരിച്ചത്. അപ്പോൾ അത്യാവശ്യം അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. ഈ വണ്ടി ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസമായിട്ട് അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പം നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ട്. ഫേസ് ലിഫ്റ്റിൻ്റെ പറ്റി മാത്രമല്ല, ടോട്ടൽ ബ്രസയുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സൈക്കിളിൽ അത്യാവശ്യം ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുപോലെ ഈ വണ്ടി ഇപ്പോൾ 10 വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് അതിനെപ്പറ്റിയൊക്കെ നോക്കാം. അത് നോക്കുന്നതിന് മുന്നേ ആദ്യം എന്താണ് പുതിയ ഫേസ് ലിഫ്റ്റിൽ ഇനി കൂടുതൽ വ്യത്യാസം വരുന്നതെന്നും കൂടെ നോക്കാം. കാരണം ഈ വണ്ടിയിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ആക്ച്വലി അൺഡിസ്കസ്ഡ് ആയിട്ട് ഈ വണ്ടിയുടെ ഫ്രണ്ട് ഡിസൈനും സൈഡ് ഡിസൈനും കണ്ടു എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കത് കണ്ടിട്ട് കൈൻഡ് ഓഫ് ഒരു അല്ലെങ്കിൽ റണ്ടർ ഇമേജ് പോലെയാണ് തോന്നിയത്. പക്ഷേ എന്താണെങ്കിലും നമ്മൾ ബാധിക്കുന്നില്ല, കാരണം ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് ഈ വണ്ടിയുടെ ലുക്ക് വരാൻ പോകുന്നത്. സോ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഹെഡ് ലാംപ്സിൻ്റെ ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഇവൻ നമ്മുടെ നടുവിൽ വരുന്ന ഒരു കണക്റ്റഡ് ക്രോം ബിറ്റ് ആണെങ്കിലും അതും കൈൻഡ് ഓഫ് സെയിം ആണ്. പക്ഷേ വ്യത്യാസം വരുന്നത് നമ്മുടെ ലോവർ ബമ്പർ ഡിസൈനിലാണ്. അത് മൊത്തം മാറിയിട്ടുണ്ട്. ഫോഗ് ലാംപ്സിൻ്റെ ഡിസൈൻ, അതിൻ്റെ പ്ലേസ്മെൻ്റ് ഒക്കെ കുറച്ചുകൂടി മുകളിലേക്ക് വന്നിട്ടുണ്ട്. അവിടെയുള്ളൊരു ഡിസൈൻ എലമെൻറ്റ് മാറിയിട്ടുണ്ട്. പിന്നെ ഈവൻ മൊത്തത്തിലുള്ള ബമ്പറിൻ്റെ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മുടെ സൈഡിലുള്ള പ്ലാസ്റ്റിക് ക്ലാഡിങ്, അതുപോലെ ഡോറിൻ്റെ ഡിസൈൻ, ആ സാധനങ്ങളെല്ലാം എക്സാക്ട്ലി സെയിം ആണ്. ഈവൻ മിറേഴ്സിൻ്റെ ഡിസൈനും എക്സാക്ട്ലി സെയിം തന്നെയാണ്. പക്ഷേ അലോയ്സിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അലോയ്സ് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ വരുന്ന മറ്റേ എയറോ ക്യാപ്പുള്ള അലോയ്സിൻ്റെ അത്രയും ബോറല്ല. പക്ഷെ എന്നാലും ഇതിപ്പോൾ ഒരു 4 സ്പോക്കിൻ്റെ അകത്ത് മൾട്ടി സ്പോക്കിട്ട് ആക്കിയ പോലെ എന്തോ ഒരു പ്രത്യേകതരം ഡിസൈനാണ്, ഓർ കുറച്ച് ബോറിംഗ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഈ വണ്ടിക്ക് അത്ര ഈ 4 സ്പോക്ക് പോലത്തെ അലോയ്സ് അത്ര സ്യൂട്ട് ആവാത്ത പോലെ ഉണ്ട്. ഇവരുടെ പഴയ മറ്റേ വാഗണാറിനൊക്കെ ഈ ടൈപ്പ് അലോയ്സ് വന്നിട്ടുണ്ട്, സ്റ്റിംഗറൊക്കെയാണെന്ന് തോന്നുന്നു. സോ അത് വേണമെങ്കിൽ മാറ്റാമായിരുന്നു. ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്. നിങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ പറയാം. ഇതാണ് നമുക്ക് ഫ്രണ്ടും സൈഡും കിട്ടിയിട്ടുള്ളത്. റിയറിൻ്റെ ആസ് സച്ച് പുതിയ അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മളിതിന് മുന്നേ ഈ വണ്ടിയുടെ റിയർ ഡിസൈൻ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് കണക്റ്റഡ് ടൈൽ ലാംപ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അവരെന്തായാലും ക്യാമഫ്ലാജ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് വേറെ റിയർ ഡിസൈൻ അൺഡിസ്കൈസ്ഡ് ആയിട്ട് കിട്ടിയിട്ടുമില്ല. പക്ഷേ അണ്ടർ ബോഡി CNG ഈ വണ്ടിയിൽ ഉറപ്പായിട്ടും നമ്മളിതിന് മുന്നേ സ്പൈ ചെയ്ത് കണ്ടിട്ടുള്ളൊരു സംഭവമാണ്. സോ അതെന്തായാലും പുതിയൊരു എഡീഷൻ തന്നെയായിരിക്കും. നമ്മളിനിയിപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഓവറോൾ ഈ വാഹനത്തിൻ്റെ ഡിസൈൻ ആണെങ്കിൽ നമുക്കിപ്പം ഫീച്ചേഴ്സിൻ്റെ അകത്ത് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. അതായത് ഇനി ഒരു പുതിയ അപ്ഗ്രേഡ് ആയിട്ട് വരാൻ പോകുന്ന ഇപ്പം നിലവിൽ 9 ഇഞ്ചസിൻ്റെ സ്ക്രീനാണുള്ളത്. അത് മാറിയിട്ട് 10.1 ഇഞ്ചസ് നമുക്ക് വിക്ടോറിയസിലൊക്കെ കിട്ടിയ ആ ഒരു പുതിയ സ്ക്രീൻ വരും. അതിന് പുറമെ വേണമെങ്കിൽ അഡാസ് എന്ന് പറയും. പക്ഷേ ഇതിനകത്ത് റഡാറൊന്നും കാണാറില്ല. ഇനിയിപ്പോൾ ക്യാമറ ബേസ്ഡ് എന്തെങ്കിലും കൊടുക്കുമെന്ന് അറിയില്ല. പക്ഷേ വേറെ അങ്ങനെ കാര്യമായിട്ടുള്ള ഫീച്ചേഴ്സ് വൈസ് ഒരുപാട് അപ്ഗ്രേഡ്സ് ഒന്നും വരാനില്ല. ഇതിനകത്ത് ഓൾറെഡി ഇപ്പോൾ ആവശ്യത്തിന് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഗ്രാൻഡ് വിറ്റാറിലൊക്കെ അവർ കൊടുക്കുന്ന പോലെ വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ പൊതുവെ അത്യാവശ്യം ഒരു കോമൺ ആയിട്ട് വരുന്ന സംഭവമാണ് വെന്റിലേറ്റഡ് സീറ്റ്സ്. എനിവേ അതിനൊക്കെ പുറമെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6 സ്പീഡ് ട്രാൻസ്മിഷൻ ഈ വാഹനത്തിൽ കുറച്ച് കാലം മുന്നേ സ്പൈ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ മെയിൻ ടോപ്പിക്കും 6 സ്പീഡ് ട്രാൻസ്മിഷൻ തന്നെയായിരുന്നു. അത് ഏത് എഞ്ചിനിലാണ് കൊടുക്കാൻ പോകുന്നതെന്ന് ഇപ്പോഴും അറിയില്ല. നമുക്ക് നിലവിൽ ഇപ്പോൾ K15C എഞ്ചിനാണ് ബ്രസീലിൽ വരുന്നത്. 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. പക്ഷേ ഈ എഞ്ചിൻ വരുന്നതുകൊണ്ട് തന്നെ 1.2 ലിറ്ററിന് താഴെ അല്ല ഇതിൻ്റെ പെട്രോളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. അതുകൊണ്ട് ടാക്സ് ബ്രാക്കറ്റ് വണ്ടി നേരെ മുകളിലേക്ക് പോകും. ബാക്കി വണ്ടികൾക്കൊക്കെ 8% വരുന്ന സ്ഥലത്ത് ഈ വണ്ടിക്ക് 20% ടാക്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിലും ഏകദേശം ഒരു നെക്സോൺ അല്ലെങ്കിൽ വെന്യൂ ഇതിൻ്റെയൊക്കെ ടോപ്പിൻ്റെ പ്രൈസ് തന്നെയാണ് ബ്രസൈഡൻ ടോപ്പിൻ്റെ കിട്ടുന്നത്. പക്ഷേ പറഞ്ഞു വരുമ്പം ഇതിനങ്ങനെ ടർബോ പെട്രോൾ ഇല്ല, ഡീസൽ എഞ്ചിൻ ഇല്ല, അങ്ങനെ ഭയങ്കര ഓവർ ദ ടോപ്പ് ഫീച്ചേഴ്സ് ഇല്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ. എന്തായാലും ഇനിയിപ്പോൾ അവർ കുറച്ചുകൂടി ഡിസ്പ്ലേസ്മെൻറ്റ് കുറച്ചിട്ടില്ല. ഇതിലിപ്പം ലേറ്റസ്റ്റ് റൂമേഴ്സ് അനുസരിച്ച് ഒരു പുതിയ 1.2 ടർബോ പെട്രോൾ ഈ വണ്ടിയിൽ വരുമെന്ന് പറയുന്നുണ്ട്. അതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം അവരിനി ബ്രസയ്ക്ക് വേണ്ടി മാത്രമായിട്ട് പുതിയൊരു 1.2 ടെർബോ പെട്രോൾ ഡെവലപ്പ് ചെയ്യുന്നതിന് നല്ലത് ഫ്രോങ്സിലൊക്കെ വരുന്ന ആ സെയിം 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് എടുത്തിട്ട് ഇതിനകത്ത് കൊടുക്കുന്നതാണ്. സംഭവം 3 സിലിണ്ടർ എഞ്ചിൻ ആണെന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. പക്ഷേ പവറിൻ്റെ കാര്യത്തിൽ അതിന് വേറെ കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നുമില്ല. 100 പീസും 140 തന്നെ എന്താണ് ഓൺ പേപ്പർ പവർ ഫിഗേഴ്സ് വരുന്നത്. പക്ഷേ ഫ്രോങ്സിലെ വണ്ടി ഭയങ്കര ഫാസ്റ്റാണ്. ആ എഞ്ചിൻ ഭയങ്കര ഫാസ്റ്റാണ്. ഇനിയിപ്പോൾ കുറച്ചുകൊണ്ട് വെയിറ്റ് കൂടി ബ്രസയിൽ വരികയാണെങ്കിലും ടർബോ ലാഗിൻ്റെ ചിലപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരിക്കും. പക്ഷേ അതല്ലാതെ ഓട്ടോമാറ്റിക് ഒക്കെ വരികയാണെങ്കിൽ ആ ഒരു ടർബോ ലാഗ് മാസ്റ്റായി പൊക്കോളും. പിന്നെ 6 സ്പീഡ് മാനുവലിൻ്റെ കേസ് ഈ വണ്ടിയിൽ സത്യം പറഞ്ഞൊരു 6 സ്പീഡ് ട്രാൻസ്മിഷൻ ഈ വണ്ടിയിൽ നിന്നല്ല, സുസുക്കിയുടെ ഇന്ത്യയിലുള്ള എല്ലാ വണ്ടികളിലും 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വളരെ അത്യാവശ്യമായിരുന്നു. അവർ ഇത്രയും കാലം ആകെപ്പാട് ഓട്ടോമാറ്റിക്കലി മാത്രമാണ് 6 സ്പീഡെങ്കിലും കൊടുത്തുകൊണ്ടിരുന്നത്. പണ്ട് 4 സ്പീഡായിരുന്നു. ഈ അടുത്താണ് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആക്കിയ ടോ കൺവേർട്ടർ. എന്തായാലും മാനുവൽ അവർ 5 സ്പീഡേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വണ്ടികളിലെല്ലാം ക്രൂസിംഗ് സ്പീഡ് ഭയങ്കര ഹൈ ആയിരുന്നു. നമ്മളൊരു 100-ലൊക്കെ പോയി ക്രൂസ് ചെയ്യുകയാണെങ്കിൽ സാധാരണ വണ്ടികളിൽ 2000-2200 RPM വരെയൊക്കെ നിൽക്കും. ഇവരുടെ വണ്ടികൾ പക്ഷേ 2700 RPM റേഞ്ചിലൊക്കെയാണ് പോയി ക്രൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ 6 സ്പീഡ് മാനുവൽ വരുമ്പോഴേക്കും അത് 2000-ന് ആയിട്ടിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എനിവേ എഞ്ചിൻ്റെ കാര്യം കൺഫേം ആവുകയാണെങ്കിൽ ഞാൻ അധികം വേഗം അറിയിക്കാം എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുന്ന സമയത്ത്. ഇനി നമ്മുടെ എക്സിസ്റ്റിംഗ് ബ്രസ ഇപ്പോൾ നിലവിൽ 10 ഇയർ കറക്റ്റ് ആനിവേഴ്സറി ആയിട്ടുണ്ട്. ആൻഡ് ഇതുവരെ 14 ലക്ഷത്തിന് മുകളിൽ ബ്രസയും മാരുതി ഇന്ത്യയിൽ ടോട്ടൽ വിറ്റിട്ടുണ്ട്. 2016 ഈ വാഹനം ലോഞ്ച് ചെയ്ത സമയത്ത് ഡീസൽ മോഡൽ മാത്രമായിട്ടായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്.
ഇനീഷ്യലി തന്നെ അത്യാവശ്യം നല്ല സക്സസ്സും ഈ വാഹനത്തിന് കിട്ടിയതാണ്. അത് കഴിഞ്ഞിട്ട് തന്നെ നമുക്കൊരു ഫേസ് ലിഫ്റ്റ് വന്നായിരുന്നു 2020 ആ ഒരു സമയത്ത്. ആ സമയത്താണ് അവർ ഈ വണ്ടി ബേസിക്കലി പെട്രോൾ ഓൺലി ആക്കിയത്. പക്ഷേ പെട്രോൾ ഓൺലി ആയിരുന്നെങ്കിൽ ആ സമയത്ത് K15B ആയിരുന്നു ഉണ്ടായിരുന്നത് പെട്രോളായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഈ പുതിയ ജനറേഷൻ വന്നപ്പോഴാണ് അതിനകത്ത് K15C ആയത്. ആൻഡ് വണ്ടി മൊത്തത്തിൽ കുറച്ച് സ്ലോ ആയത്. അതുവരെ അത്യാവശ്യം നല്ല ഒരു ഡൈനാമിക് ബാലൻസ് ഒക്കെ Gen 1 ബ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വണ്ടി കുറച്ചും കൂടി സോഫ്റ്റായി ഒരു കൈൻഡ് ഓഫ് കംഫർട്ട് ബേസ്ഡ് ആ ഒരു ഇതിനകത്തോട്ട് പോയി. മറ്റേ നമുക്ക് പക്ക ഒരു സ്വിഫ്റ്റിൻ്റെയൊക്കെ ഹാൻഡ്ലിങ് സംഭവങ്ങളൊക്കെ കുറച്ചും കൂടെ ഒരു ടോളർ സ്റ്റാൻസിൽ കിട്ടുമായിരുന്നു. എന്ന് വെച്ചാൽ പ്രോപ്പർ സ്വിഫ്റ്റിൻ്റെ ഹാൻഡ്ലിങ് അല്ല, പക്ഷെ എന്നാലും Gen 2 സ്വിഫ്റ്റിൽ നമുക്ക് ഏകദേശം ഉണ്ടായിരുന്ന പോലത്തെ കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ആയിരുന്നു ഈ വണ്ടിക്ക്. സെയിം പ്ലാറ്റ്ഫോം ഒന്നുമല്ല, പ്ലാറ്റ്ഫോമൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും അവരുടെ ആ സമയത്തുള്ള വണ്ടികളെല്ലാം ഓടിക്കാൻ അത്യാവശ്യം എൻ്റർടൈനിങ് ആയിരുന്നു. പ്രത്യേകിച്ച് 1.3 DDS വെച്ച് വന്നിരുന്ന വണ്ടികളെല്ലാം ആ സമയത്ത് പെട്രോൾ എഞ്ചിനും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇതിൽ എസ് ക്രോസിലൊന്നും അപ്പോൾ പെട്രോൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എനിവേ, ഇതാണ് നമ്മുടെ ബ്രസയുടെ കേസ്. എന്താണ് നിങ്ങൾക്ക് ഈ വാഹനത്തെ പറ്റി പറയാനുള്ളത്? അതുപോലെ ഇനി ഇതിനകത്ത് വരാൻ പോകുന്ന ഈ ഒരു ചെറിയ അപ്ഡേറ്റിനെ പറ്റിയും എന്ന് താഴെ കമൻസിൽ പറഞ്ഞേക്കാം. ഇതിൻ്റെ എക്സാക്ട് ലോഞ്ച് ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഈ വർഷം പകുതിയൊക്കെ ആകുമ്പോഴേക്കും ഒരു സൈലൻറ്റ് അപ്ഡേറ്റ് പോലെ അവർ ഇറക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ഭയങ്കര മേജർ അനൗൺസ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം എക്സ്റ്റീരിയർ ഡിസൈൻ നിങ്ങൾ കണ്ടല്ലോ, അതിൻ്റെ അകത്ത് അങ്ങനെ പറയാൻ മാത്രമുള്ള വലിയ വ്യത്യാസമൊന്നുമില്ല. മെയിനായിട്ട് മെക്കാനിക്കൽ ചേഞ്ച് ആണ് ഇതിനകത്ത് ആക്ച്വലി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അണ്ടർ ബോഡി ചേഞ്ച്, അതായത് ബൂട്ട് സ്പേസ് നമുക്ക് മാക്സിമം കിട്ടുന്ന രീതിയിൽ ചേഞ്ച് ചെയ്യും വരും. സോ ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സ് ടാഗ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.